കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീനാണ് അറസ്റ്റിലായത്. ഗൂഢാലോചനയിലടക്കം ഇയാൾ പങ്കാളിയാണെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതോടെ കേസിൽ ജിന്നുമ എന്ന ഷമീന അടക്കം 5 പേർ അറസ്റ്റിലായി. പ്രവാസി വ്യവസായി പൂച്ചക്കാട് സ്വദേശി MC അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകം ഒരാൾ കൂടി അറസ്റ്റിലായി. പൂച്ചക്കാട് ബിസ്മില്ല റോഡിലെ PS സൈഫുദ്ദീൻ ബാദുഷയെയാണ് DYSP KG ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഗഫൂർ ഹാജി വധക്കേസിൽ 7 പ്രതികളിൽ 5 പേർ അറസ്റ്റിലായി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പേർ വിദേശത്ത് കടന്നിരുന്നു. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടി അന്വേഷണ സംഘം ആരംഭിച്ചു. 2023 ഏപ്രിൽ 14-നാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിന്നുമ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മങ്ങാട് സ്വദേശി KH ഷമീന, ആൺസുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ്, പൂച്ചക്കാട്ട് സ്വദേശി അസ്നിഫ, കൊല്യ സ്വദേശി എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കയ്യിൽ നിന്ന് 596 പവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കിയിരുന്നു. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതി പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിലെത്തി തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാത്തൂട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ജിന്നുമയുടെയും സംഘത്തിന്റെയും പരസ്പരമുള്ള ആശയവിനിമയം. ഗഫൂർ ഹാജി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 8 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഗൾഫിലായിരുന്ന അബ്ദുൾ ഗഫൂർ ഹാജിയെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാണ് ജിന്നുമ വിളിച്ചു വരുത്തുന്നത്. ഇത് സംബന്ധിച്ച ചാറ്റുകളും കണ്ടെത്തിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ മന്ത്രവാദം നടത്തുമ്പോൾ മന്ത്രിച്ചു നൽകുന്ന തകിടുകൾ ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ വാങ്ങിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.